ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എനിക്ക് പനിയാണ് കേട്ടോ. 2-3 ദിവസമായി പനി പിടിച്ചിട്ട്. പനി പിടിച്ച് മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ഞാനൊരു മോർണിംഗ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. രാവിലെ 5:30 മണിയായി. ചോറ് വെക്കാനായിട്ട് തീയൊക്കെ കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് സാമ്പാറും ഉണ്ടാക്കി. കേര മീൻ കിട്ടിയായിരുന്നേ, അത് ഐസ് മാറാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പച്ചക്കറി വാങ്ങിച്ചപ്പം കുറച്ച് പയറും കൂടെ കിട്ടി. പയർ മെഴുക്ക് വരട്ടാന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ രാവിലെ ദോശയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് അരിഞ്ഞ് തുമരപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ, അതും എടുത്തിട്ട് കുക്കറിനകത്തോട്ട് കുറച്ച് കായപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം അതിൻ്റെ പൊടികളെല്ലാം കൂടെ ചേർത്ത് സെറ്റാക്കി അടച്ച് വെച്ച് അടുപ്പയിലോട്ട് വെച്ചു കേട്ടോ. സമയം കൊണ്ട് നമുക്ക് അടുത്ത ജോലി ചെയ്യണ്ടേ. സമയം കൊണ്ട് ഞാൻ പയറൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ സാമ്പാർ തിളച്ച് വന്ന് അതിന് കടുക് വറുത്തൊഴിച്ചു. ആ പാത്രത്തിൽ തന്നെ എന്തുവാ പയർ മെഴുക്ക് വരട്ടാന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നേരം വെളുക്കാറായി. അങ്ങനെ പയറൊക്കെ മെഴുക്ക് വരട്ടി അരിഞ്ഞ് വെച്ചതെല്ലാം എടുത്ത് ഇട്ട് പയർ മെഴുക്ക് വരട്ടി റെഡിയായി. പയർ മെഴുക്ക് വരട്ടി റെഡിയായി, സാമ്പാർ റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ മീൻ കറി വെക്കാനായിട്ട് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ തിളച്ച് പിന്നെ എല്ലാം കൂടെ തിളച്ച് അങ്ങനെ മീൻ പറക്കിയിട്ടു ആ തിളച്ചപ്പോൾ കേട്ടോ. അങ്ങനെ പാല് ഉണ്ടായിരുന്നു. അങ്ങനെ പാലെടുത്ത് ചായ ഇടാമെന്ന് പറഞ്ഞ് റെഡിയാക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ കുട്ടികളെല്ലാം എണീറ്റ്, 2 പേര് എണീറ്റ് വന്നു. ഒരാൾ ദാണ്ടെ കട്ടിലിൽ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ പോയി വിളിക്കുക, സൈറ എനിക്ക് സ്കൂളിൽ പോകണ്ടേന്ന്. ഇപ്പോൾ വിളിച്ചാലേ അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ് എണീറ്റ് വരത്തുള്ളൂ. അങ്ങനെ എല്ലാവർക്കും പല്ല് തേക്കാനുള്ള ബ്രഷൊക്കെ എടുത്ത് അവിടെ വെച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറിയെല്ലാം സെറ്റായി. ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. മാവൊക്കെ സെറ്റാക്കി വെച്ച് മീൻ വറക്കാനുള്ളതും എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ച്. അങ്ങനെ ദോശ ഉണ്ടാക്കുവാണ്. ദോശയെല്ലാം ഉണ്ടാക്കി അപ്പോഴത്തേക്ക് അവർ പല്ല് തേച്ചിട്ട് വരാറായി. അങ്ങനെ മീൻ വറക്കാനും എടുത്ത് വെച്ച് എല്ലാവർക്കും 3 പേർക്കും ദോശ കഴിക്കാൻ എടുത്ത് കൊടുത്തു. എല്ലാവരും ദോശയൊക്കെ കഴിച്ച് കുളിച്ച് ഒരുങ്ങി യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായി വന്ന്. തന്നെത്താനെ കുളിച്ചോളും, തന്നെത്താനെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിക്കോളും കേട്ടോ. മോൾക്ക് മാത്രം തലമുടിയൊക്കെ കെട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ ചോറും കറികളും എല്ലാം എടുത്ത് ഞാൻ റെഡിയാക്കി ഇറങ്ങി. എല്ലാത്തിനെയും റെഡിയാക്കി ഇറങ്ങി. അങ്ങനെ സ്കൂളിൽ കൊണ്ടുവിട്ടു. 9 മണിയായപ്പോൾ സ്കൂളിൽ കൊണ്ടുവിട്ടു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എനിക്ക് നല്ല വിശപ്പ്. ഞാൻ പിന്നെ ദോശയും സാമ്പാറും എടുത്ത് കഴിച്ചു. രാവിലെ ഇന്ന് മഴയില്ല, നല്ല വെയിലാണ്. കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നു, അത് ഞാൻ വെയിലത്തോട്ടെടുത്ത് വെച്ചു, ചെറിയ ഉള്ളി. അത്